ഈ ചൂഷണത്തിന്റെ കഥകൾ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന് 2 ദിവസം ആകുമ്പോഴും താരസംഘടനയായ അമ്മയുടെ മൗനം തുടരുന്നു. വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്താൻ ഇതുവരെയും സംഘടനയ്ക്കായിട്ടില്ല. അതേസമയം പരാതി നൽകിയാൽ ഏത് ഉന്നതനായാലും നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. ആജ്ഞാ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ആജ്ഞയിലേക്ക് വരാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാരിനെതിരെയുള്ള രൂക്ഷ വിമർശനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ക്രിമിനൽ കുറ്റമറിഞ്ഞിട്ടും കേസെടുത്തില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിയത്. മറ്റൊന്ന് എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ സർക്കാർ തലത്തിൽ ഇത്തരം ചില അനാസ്ഥകൾ ഉണ്ടാകുമ്പോഴും നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അമ്മയുടെ പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അമ്മയും ഈ വിഷയത്തിൽ കൃത്യമായി പ്രതികരിച്ചിട്ടില്ല. അമ്മയ്ക്ക് അന്ന് സിദ്ദിഖ് പുറത്തിറങ്ങി മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു എങ്കിലും അതിലൊന്നും ഒരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അമ്മയുടെ ഭാഗത്തും പ്രതികരണം വരാത്ത ഒരവസ്ഥയാണ്. താരരാജാക്കന്മാർ മൗനം പാലിക്കുന്നു. സിനിമാ സംഘടനയുള്ളവർ ചിലർ മാത്രം ചില അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. അതിനപ്പുറം ഇതിൽ വ്യക്തമായ ഒരു പ്രതികരണത്തിന് തയ്യാറാകാത്തതാണ് മഹാകഷ്ടം എന്ന് പറയേണ്ടത്. ഈ ദിവസമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നത്. ആജ്ഞാ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം കാപട്യം നിറഞ്ഞതെന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ പുറത്തുവിടരുതെന്ന് പറഞ്ഞു എന്ന മുഖ്യമന്ത്രിയുടെ വാദം പച്ചക്കള്ളമാണ്. റിപ്പോർട്ട് പുറത്തുവിടില്ല, മറിച്ച് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നാണ് കത്തിൽ പറയുന്നത്. 4.5 വർഷമായി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും ക്രിമിനൽ കുറ്റമാണ് നടത്തിയതെന്നും സർക്കാർ പ്രതികളെ സംരക്ഷിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു. ഹേമ കമ്മീഷൻ വിഷയത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം കാപട്യം നിറഞ്ഞതും സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. മുഖ്യമന്ത്രി പച്ചക്കള്ളം പറഞ്ഞിട്ടാണ് ഇന്നലെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയത്. അദ്ദേഹം പറഞ്ഞത് ഹേമ കമ്മീഷൻ തന്നെ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്, ഒരു കാരണവശാലും റിപ്പോർട്ട് വിടരുത് എന്നാണ്. എന്നാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അങ്ങനെ അവർ കൊടുത്ത കത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വിടരുത് എന്ന് അവർ പറഞ്ഞിട്ടില്ല. ആ കത്ത് പുറത്തു വരുമെന്ന് മുഖ്യമന്ത്രി ഒരിക്കലും വിചാരിച്ചില്ല. അതാണ് സംഭവം. ആ കത്ത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ കത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വിടരുന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വിടുമ്പോൾ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നാണ്. എന്താ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം? ഇരകളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. ഇതൊരു പുതിയ വിവരമൊന്നുമല്ലല്ലോ. വി.ഡി. സതീശനാണ് പ്രതികരണം നടത്തിയത്. ആജ്ഞാ രവീന്ദ്രൻ താരസംഘടനയുടെ മൗനം തുടരുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മെഗാ ഷോയുമായി ബന്ധപ്പെട്ട് താരങ്ങളെല്ലാം കൊച്ചിയിലുണ്ട്. അവർ അതിന്റെ റിഹേഴ്സലിനും മറ്റുമാണ്. സ്വാഭാവികമായും ഇത് ആ സംഘടനയ്ക്കുണ്ടാക്കിയ മാനക്കേട്, ആ ഇൻഡസ്ട്രിക്ക് തന്നെ ഉണ്ടാക്കിയ മാനക്കേട് ചില്ലറയല്ല. നമ്മൾ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട് കൃത്യമായ ഒരു പ്രതികരണത്തിനായി. അത്തരത്തിൽ കുറ്റക്കാരുണ്ടെങ്കിൽ അവരെ തള്ളിപ്പറയണം എന്നുള്ള ബാധ്യത കൂടി ആ സംഘടനയ്ക്കുണ്ടല്ലോ. അത് തന്നെയാണ് രഞ്ജിത്ത് ശരിക്കും പൊതുസമൂഹം ഉറ്റുനോക്കുന്നത്. ഈ തരത്തിൽ എന്താണ് പ്രമുഖ താരങ്ങൾക്കുള്ള, അത് പ്രത്യേകിച്ചും താരസംഘടനയ്ക്കുള്ള ഒരു പ്രതികരണം എന്താണ് എന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ദിവസം അമ്മയുടെ സ്പെഷ്യൽ ഷോ നടക്കുന്ന, അവരുടെ പ്രാക്ടീസ് നടക്കുന്ന ഇടത്തേക്ക് ചെല്ലുകയാണ് ഉണ്ടായത്. അവിടെ ചെന്നപ്പോഴും എല്ലാവരും, അതായത് പറഞ്ഞ എല്ലാവരും ഒരാളൊഴികെ മാത്രമാണെന്ന് തോന്നുന്നു, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കണം, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് സംവിധായകൻ ലാല് മാത്രമാണ് അതിനോട് അത്തരത്തിൽ റിയാക്ട് ചെയ്തത്. പക്ഷെ ബാക്കിയുള്ളവരൊക്കെയും റിപ്പോർട്ട് പഠിച്ചിട്ട് പറയാം എന്ന് തന്നെയാണ്, പ്രതികരിക്കാം എന്ന് തന്നെയാണ് പറഞ്ഞത്. അന്നേരവും നമ്മൾ കേട്ടതാണ്, ഷോയാണ് പ്രധാനം, അത് കഴിയട്ടെ, അതിനുശേഷം ഞങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ അത് പ്രതികരിക്കാം എന്നാണ് അത്തരത്തിൽ താരസംഘടനയുടെ അമ്മയുടെ നേതൃനിര നമ്മളോട് പ്രതികരിച്ചത് നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇതിനകത്ത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു സാഹചര്യം, ഇത്രയും വലിയ ചർച്ചയ്ക്ക് ഇടയാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കടക്കുമ്പോഴും എല്ലാവരും പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അതിൽ നിന്നും എസ്കേപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം. ഇന്ന് റിപ്പോർട്ട് പുറത്തു വന്നിട്ട് 3ാമത്തെ ദിവസമാണ്. എന്നിട്ട് പോലും അതിൽ കൃത്യമായൊരു പ്രതികരണം ഉണ്ടാകുന്നില്ല. അതല്ലെങ്കിൽ ഏതൊക്കെ ഇഷ്യൂസ് ആണ് അഡ്രസ് ചെയ്യേണ്ടത്, ഏതൊക്കെ സാഹചര്യത്തിലാണ് ഈ പറയുന്ന സ്ത്രീകൾ
സിനിമ മേഖലയിലെ സ്ത്രീകൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് അട്രോസിറ്റിക്ക് വിധേയരായിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനും അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാനും ഇത് ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായ മിസ്റ്റേക്കാണ് എന്നുള്ള കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാനും അതിനുള്ള നടപടികളിലേക്ക് കടക്കാനോ അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ ഇതുവരെ വിവരങ്ങൾ നൽകുന്നു.